ഹലോ, എല്ലാവർക്കും വിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ 2025 അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 നമ്മളുടെ 14ാമത് ഉപരാഷ്ട്രപതി രാജിവെച്ച് 15ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് ആരായിരുന്നു 14ാമത് ഉപരാഷ്ട്രപതി? ആരായിരുന്നു? ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജഗദീപ് ധൻഖർ ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് ഉണ്ടായ തിരഞ്ഞെടുപ്പ് അല്ലെ. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ 2025. അപ്പൊ നമുക്കത് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നോക്കൂ, എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ. അപ്പൊ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു ആര്? ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ 2025 ജൂലൈ 21 അനാരോഗ്യം ചൂണ്ടിക്കാട്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പാണ് 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. അപ്പോ ജഗദീപ് ധൻഖർ 14ാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു. അദ്ദേഹം അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാണ് രാജിവെക്കുന്നത്? ആ ദിനം ഓർത്തു വെക്കൂ, 2025 ജൂലൈ 21 അദ്ദേഹം രാജിവെക്കുകയാണ്. അതിനെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പാണ് 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ജഗദീപ് ധൻഖർ ആണിത്. റെഡി ആണല്ലോ. അപ്പൊ നോക്കൂ, നമ്മുടെ ജഗദീപ് ധൻഖറിന് ഇനിയും കാലാവധി ഉണ്ട്. ഇനിയും അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയായിട്ട് തുടരാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അനാരോഗ്യം ചൂണ്ടിക്കാട്ടി എന്താണ് രാജിവെക്കുകയാണ് അല്ലെ. അപ്പൊ കാലാവധി പൂർത്തിയാകും മുൻപ് രാജിവെക്കുന്ന 3ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. അപ്പം ആദ്യമായിട്ടൊന്നും അല്ല, 3ാമത്തെ ആളാണ് ജഗദീപ് ധൻഖർ. കാലാവധി പൂർത്തിയാകും മുമ്പ് രാജിവെക്കുന്ന 3ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ആ 3 പേര് ആരൊക്കെയാണ്? ആ 3 പേരെന്ന് പറയുന്നത് 1987 മുമ്പെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. 1987 ഇങ്ങനെ നമ്മുടെ ഒരു ഉപരാഷ്ട്രപതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ചത്. അതിനുശേഷം, അതായത് 1987 ശേഷം ഇതാദ്യമാണ്. അപ്പം അങ്ങനെ 3 പേരുണ്ട് കാലാവധി പൂർത്തിയാക്കും മുമ്പ് രാജിവെക്കുന്നത്. ഒന്ന് VV ഗിരിയാണ്. VV ഗിരി രാജിവെച്ചത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്നാണ് VV ഗിരി വൈസ് പ്രസിഡന്റിൽ നിന്നും പ്രസിഡന്റ് ആയി മാറുകയായിരുന്നു. പിന്നെ R വെങ്കിട്ടരാമൻ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുവാൻ വേണ്ടിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത്. പിന്നീട് നമ്മുടെ ജഗദീപ് ധൻഖർ അദ്ദേഹം തന്നെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി എന്താണ് 2025 രാജിവെക്കുകയാണ്. അപ്പൊ 3 പേരാണ് കാലാവധി പൂർത്തിയാക്കും മുൻപ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച 3 ആളുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഓർത്തിരിക്കുക, VV ഗിരി, R വെങ്കട്ടരാമൻ, പിന്നെ ഒരാളും കൂടി നമ്മുടെ ഇപ്പത്തെ ജഗദീപ് ധൻഖർ. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് ചോദ്യമാണ്, ഇതൊരു ചോദ്യമാണ്. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്? അപ്പൊ അദ്ദേഹത്തിന്റെ രാജിക്കത്തുണ്ട്. ഇത് നമ്മുടെ ജഗദീപ് ധൻഖറിന്റെ രാജിക്കത്താണ്. 21/7/2025, അതായത് ജൂലൈ 21 അദ്ദേഹം രാജിവെച്ചത്. അപ്പൊ അദ്ദേഹം രാജിവെച്ച അദ്ദേഹത്തിന്റെ രാജിക്കത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തീയതി, അദ്ദേഹം രാജിവെച്ച ആ തീയതി. 2, ഇദ്ദേഹം നോക്കൂ, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ. ഇദ്ദേഹം രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഹെൽത്ത് കെയർ മെഡിക്കൽ അഡ്വൈസ്, റിസൈൻ ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ effective immediately in accordance with ആർട്ടിക്കിൾ 67A. അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ആർട്ടിക്കിൾ 67A പ്രകാരമാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്. ഓരോരുത്തരും കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കണം. ഇങ്ങനെ ഒരു ചോദ്യം ഡയറക്റ്റ് പരീക്ഷയ്ക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇദ്ദേഹം രാജിവെച്ചത് എന്നുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. കൃത്യമായി അതൊന്ന് പഠിച്ചു വെക്കുക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ.
റെഡിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഉപരാഷ്ട്രപതിയെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. നോക്കൂ, ഉപരാഷ്ട്രപതി എന്ന ആശയം കടം കൊണ്ടത്, അതായത് നമുക്ക് ഉപരാഷ്ട്രപതി എന്നൊരു ആശയം നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടത്? അമേരിക്കയിൽ നിന്നാണ് ഉപരാഷ്ട്രപതി എന്ന ആശയം നമ്മൾ കടം കൊണ്ടത്. റെഡിയാണല്ലോ? റെഡിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 5 അനുച്ഛേദം 63 മുതൽ 70 വരെയാണ് ഉപരാഷ്ട്രപതിയെ പറ്റി പരാമർശിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഭരണഘടനയില് ഉപരാഷ്ട്രപതിയുടെ കാര്യങ്ങൾ, ഉപരാഷ്ട്രപതിയെ പറ്റി പരാമർശിക്കുന്ന ഭാഗം 5 അനുച്ഛേദം 63 മുതൽ 70 വരെയുള്ള ഭാഗമാണ്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഭാഗം 5, ഭരണഘടനയിലെ ഭാഗം 5 അനുച്ഛേദം 63 മുതൽ 70 വരെയുള്ള ഭാഗത്തിലാണ് ഉപരാഷ്ട്രപതിയെ പറ്റി പരാമർശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കൂ. ഇനിയും നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതി. ഭാരതത്തിലെ രണ്ടാമത്തെ പൗരനാണ്. ഇതൊക്കെ ഒരു ഉപരാഷ്ട്രപതിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഭാരതത്തിലെ രണ്ടാമത്തെ പൗരനാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്, അല്ലെ? രാഷ്ട്രപതിയുടെ അഭാവത്തില് അദ്ദേഹത്തിന്റെ ജോലികൾ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞാല്, 2025 ഉപരാഷ്ട്രപതി രാജിവെച്ചല്ലോ. അപ്പൊ ഉപരാഷ്ട്രപതിയെ പറ്റി പ്രധാനമായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചിരിക്കാൻ പറയുന്ന കാര്യം ചോദ്യങ്ങൾ വരും. ചുവടെ തന്നിരിക്കുന്നതിൽ ഉപരാഷ്ട്രപതിയെ പറ്റി തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു തരും. അപ്പൊ അത് ഏതാണെന്ന് മനസ്സിലാകണമെങ്കിൽ ശരിയല്ല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിയായിട്ടുള്ള ബേസിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. അപ്പൊ രാജ്യസഭയുടെ അവസാനം പറഞ്ഞ പോയിന്റ് നോക്കൂ, രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ആര്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപരാഷ്ട്രപതിയെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപരാഷ്ട്രപതിയെ പറ്റി ഭരണഘടനയിൽ എവിടെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഭരണഘടനയില് ഭാഗം 5 അനുച്ഛേദം ആർട്ടിക്കിൾ 63 മുതൽ 70 വരെയുള്ള ഭാഗത്താണ് നമ്മുടെ ഉപരാഷ്ട്രപതിയെ പറ്റി പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ ഒരു ഉപരാഷ്ട്രപതി ആകാനായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഉപരാഷ്ട്രപതി യോഗ്യതകൾ, ആദ്യം തന്നെ ഒരു ഉപരാഷ്ട്രപതി ആകുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ യോഗ്യതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതും ഒരു യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ ഒരു രാജ്യസഭാ അംഗം ആകുന്നതിനു വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലായോടെ? ഒരു രാജ്യസഭാ അംഗം ആകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉള്ളയാളായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിൽ ആദായകരമായ മറ്റു ഉദ്യോഗങ്ങളൊന്നും വഹിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ചിലപ്പം പരീക്ഷയിൽ തരും വഹിക്കുവാൻ കഴിയും, അത് തെറ്റാണ്. വഹിക്കുവാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗങ്ങളും വഹിക്കുവാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു ഉപരാഷ്ട്രപതി ആകുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്നുള്ളത്. അതില് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് ഉദ്യോഗങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് അടുത്ത യോഗ്യത എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെഡിയായി എന്ന് വിശ്വസിക്കുകയാണ്. ഓർത്തു വെക്കണം, പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനൊരു പ്രക്രിയയുണ്ട്. അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഉപരാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കൂ, ആർട്ടിക്കിൾ 66 ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പരാമർശിക്കുന്നത്. നോക്കൂ, എല്ലാവരും നോക്കൂ, എത്രാമത്തെ ആർട്ടിക്കിൾ 66 ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 66.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? എന്നാൽ ഇത്തവണ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഇത്തവണ അതായത് 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? എല്ലാ തവണയും ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 66 പക്ഷെ ഇത്തവണ 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അതെന്തുകൊണ്ടാണ് ഇത്തവണ ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരം നടന്നത്? അപ്പൊ അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം? എന്താണ് ഈ ആർട്ടിക്കിൾ 66 ക്ലോസ് 2 എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആർട്ടിക്കിൾ 68 ക്ലോസ് 2 എന്നത് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 68 ക്ലോസ് 2 നോക്കിയാലോ? നോക്കൂ. ഉപരാഷ്ട്രപതിയുടെ രാജി, മരണം അല്ലെങ്കിൽ നീക്കം ചെയ്യൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒഴിവ് സംഭവിച്ചാൽ എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരാമർശിക്കുന്നു. നോക്കൂ, അതായത് ഒരു രാജിവെക്കുകയോ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നീക്കം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ആ ഒരു സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ അതിലേക്ക് എത്രയും വേഗം എന്താണ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 68 ക്ലോസ് 2. ഇപ്പൊ 2025 ജഗദീപ് ധൻഖർ രാജിവെച്ചു പോവുകയല്ലേ. അപ്പൊ അടുത്ത ഒരു റീഇലക്ഷൻ നടക്കുമ്പോൾ അത് ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. നോക്കൂ, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 1987 ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ആദ്യ മുൻകാല തെരഞ്ഞെടുപ്പാണ്. അതായത് VV ഗിരിയും R വെങ്കിട്ടരാമനും കാലാവധി പൂർത്തിയാക്കും മുമ്പ് രാജിവെച്ചിരുന്നു. യെസ്, അത് 1987 അതിനു മുമ്പാണ്. അപ്പൊ 1987 ശേഷം ഈ ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ്. 1987 ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് 2025. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഈ സെക്ഷൻ, ഈ ഒരു ടോപ്പിക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 1987 ശേഷം നടക്കുന്ന ആദ്യ മുൻകാല തിരഞ്ഞെടുപ്പാണ്, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ആദ്യ മുൻകാല തിരഞ്ഞെടുപ്പാണിത്. അത് ഓർത്തു വെക്കുക, പോയിന്റ് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ പഠിച്ചു എന്താണ്? ആർട്ടിക്കിൾ 66 ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പറയുന്നത്. പക്ഷെ 2025 അത് ജഗദീപ് ധൻഖർ രാജിവെച്ചു പോയത് കൊണ്ട് തന്നെ ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പ്രകാരമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നോക്കൂ, അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്കൊന്ന് പഠിക്കാം. നോക്കൂ, ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും കൂടി ചേർന്നുള്ള ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപരാഷ്ട്രപതിയായിട്ട് ഈ പോയിന്റ് ശ്രദ്ധിച്ചേടാ, ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെങ്കിൽ ഇലക്ടറൽ കോളേജിലെ 20 പേർ നിർദ്ദേശിക്കുകയും 20 പേർ പിന്താങ്ങുകയും ചെയ്യണം. നമ്മൾ ഒരാളുടെ പേര് പറയണമെങ്കിൽ 20 പേര് ആ പേര് നിർദ്ദേശിക്കണം, 20 പേർ പിന്താങ്ങുകയും വേണം ഒരു ഇലക്ടറൽ കോളേജിലെ. രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജ്. റെഡിയാണല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സെറ്റ് ആക്കുക. നമ്മുടെ 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 അംഗങ്ങളാണ്. നോക്കൂ, ഒന്ന് NDA നോമിനി ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്ലോക്ക് നോമിനി ആയിട്ടുള്ള B സുദർശൻ റെഡ്ഡി. ഇവർ രണ്ടുപേരുമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് 2025 മത്സരിച്ചത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ലഭിച്ച വോട്ട് കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. യെസ്, നോക്കൂ, അതിന് തന്നെ ഞാൻ പറയട്ടെ, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 2025 സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത്. ഓർത്തു വെച്ചോടാ, ഡേറ്റ്
നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കൂ കേട്ടോ. ആ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കൂ. 2025 സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ ആ തിരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു? റിട്ടേണിംഗ് ഓഫീസർ പ്രമോദ് ചന്ദ്ര മോദി ആയിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ പ്രമോദ് ചന്ദ്ര മോദി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ആരാണ് ഈ പ്രമോദ് ചന്ദ്ര മോദി? എടാ, പ്രമോദ് ചന്ദ്ര മോദി എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയാണ്. പ്രമോദ് ചന്ദ്ര മോദി ആരാണ്? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു സംശയം തോന്നും, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ആരാണ്? അത് ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സംശയം വരുമ്പോൾ സംശയം വരും അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ റിട്ടേണിംഗ് ഓഫീസർ ആരാണെന്ന്, പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ ആരാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, പ്രമോദ് ചന്ദ്ര മോദി. പക്ഷേ അദ്ദേഹത്തിനെ റിട്ടേണിംഗ് ഓഫീസർ ആക്കാൻ അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണ് അദ്ദേഹം? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയാണ് പ്രമോദ് ചന്ദ്ര മോദി. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ അത് ഉത്പൽ കുമാർ സിംഗ് ആണ്. പഠിച്ചു വെച്ചോളൂ, ഒരു സംശയവും കൂടാതെ പഠിച്ചു വെച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. അങ്ങനെയെങ്കിൽ നോക്കൂ, നമ്മുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പില് ആകെയുള്ള ഇലക്ട്രൽ വോട്ടുകൾ എന്ന് പറയുന്നത് 781 ഇലക്ട്രൽ വോട്ടുകളാണ്. 781 ഇലക്ട്രൽ വോട്ടുകളാണ്. ആ 781 ഇലക്ട്രൽ വോട്ടുകളിൽ ലോക്സഭ 542, ലോക്സഭ എത്രയാണ്? ലോക്സഭ 542 രാജ്യസഭ 239 ഒരുപാട് ഓക്കെ കളറായിപ്പോ അല്ലെ. 239. അപ്പൊ 542 എന്താണ്? ലോകസഭ 542, രാജ്യസഭ 239. ലോകസഭ 542, രാജ്യസഭ 239 ആകെയുള്ള ഇലക്ട്രൽ വോട്ടുകൾ 781. റെഡിയാണല്ലോ. അങ്ങനെയെങ്കിൽ 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ 767. അതായത് 781 ഇലക്ട്രൽ വോട്ടുകൾ ഉണ്ട്, പക്ഷെ 767 വോട്ടുകളെ പോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എത്തിയില്ല, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുമായി സഹകരിച്ചില്ല. അതാണ് സംഭവം. അപ്പൊ 7 6 വീണ്ടും 7, 7 6 വീണ്ടും 7, അങ്ങനെ ആലോചിച്ച് വെക്കുക. 767 അത്രയും വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇനി 767 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതില് സാധുവായ വോട്ടുകൾ 752 കാരണം അസാധു വോട്ട് 15 ആണ്. 15 അസാധു വോട്ടുണ്ട്. 15 പേര് ചെയ്ത വോട്ടുകൾ അസാധു ആയിപ്പോയി. അവരുടെ മിസ്റ്റേക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ 15 പേരുടെ വോട്ടുകൾ അസാധു ആയിപ്പോയി. അപ്പൊ അസാധു വോട്ട് 15 ആണ്. ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, ഞാൻ പറഞ്ഞുതരാം. എടാ 781 വോട്ട് ടോട്ടൽ ഉണ്ട് നമ്മുടെ രാജ്യസഭയും ലോക്സഭയും കൂടെ കൂട്ടി. അതില് ഈ 781 എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ 542 രാജ്യസഭയിൽ 239 എങ്കില് 2025 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെ പോൾ ചെയ്ത ടോട്ടൽ വോട്ട് 767 കാരണം ബാക്കിയുള്ളവർ സഹകരിച്ചില്ല. പക്ഷെ ഈ 767 15 വോട്ട് അസാധു ആയിട്ട് പോയി 15 വോട്ട്. ബാക്കിയുള്ള വോട്ടുകൾ എത്രയാണ്? 752 സാധുവായിട്ടുള്ള വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ശരിയാണല്ലോ. അതിൽ തന്നെ 2 സ്ഥാനാർത്ഥികളാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 പേര്. ഒന്ന് CP രാധാകൃഷ്ണനും ഒന്ന് B സുദർശൻ റെഡ്ഡിയുമാണ്. അതിൽ CP രാധാകൃഷ്ണന് ലഭിച്ച വോട്ടുകൾ 452 വോട്ടുകൾ CP രാധാകൃഷ്ണന് ലഭിച്ചു. അതായത് ഏകദേശം 60.1% വോട്ടുകൾ ആർക്ക് ലഭിച്ചു? CP രാധാകൃഷ്ണന് ലഭിച്ചു. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള B സുദർശ റെഡ്ഡിക്ക് ലഭിച്ച വോട്ടുകൾ 300 വോട്ടുകളാണ്. അതായത് ഏകദേശം 39.9% വോട്ടുകൾ. അപ്പോൾ ഭൂരിപക്ഷം എത്രയാണ്? 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് CP രാധാകൃഷ്ണൻ എന്താണ്? വിജയിക്കുകയാണ്, ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് CP രാധാകൃഷ്ണൻ. എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്? ഏകദേശമല്ല, കൃത്യം എത്ര വോട്ടുകളാണ്? 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. അതായത് 60.1% വോട്ടാണ് ആർക്ക് ലഭിച്ചത്? CP രാധാകൃഷ്ണന് ലഭിച്ചത്. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് CP രാധാകൃഷ്ണൻ വിജയിക്കുന്നു. നോക്കൂ,
ചിത്രം നോക്കൂ, എല്ലാവരുമുണ്ട്, 3 പേരുമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി 3 പേര് നിൽക്കുകയാണ് അല്ലെ. യെസ്, ആ ഫോട്ടോ ആണിത്. അപ്പൊ നോക്കൂ, നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് ആരെ തിരഞ്ഞെടുക്കുകയാണ്? ഉപരാഷ്ട്രപതിയായിട്ട് നമ്മുടെ CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കുകയാണ്. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ അഥവാ CP രാധാകൃഷ്ണൻ. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ഇദ്ദേഹം NDA നോമിനിയാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് CP രാധാകൃഷ്ണൻ എത്തുകയാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇദ്ദേഹത്തിന്റെ സ്വദേശം തിരുപ്പൂർ, തമിഴ്നാടെന്ന് തന്നെ പഠിക്കാതെ തിരുപ്പൂർ എന്ന് കൂടി നിങ്ങൾ പഠിക്കുക. ഇദ്ദേഹത്തിന്റെ സ്വദേശം തിരുപ്പൂരാണ്, തമിഴ്നാട്. റെഡിയാണല്ലോ. 1998 ഇദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭാ അംഗമായത്. റെഡിയാണല്ലോ. അതായത് 1998 ഇദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭാ അംഗമാണ്. ഇദ്ദേഹം പുതുശ്ശേരി ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. തെലങ്കാന, അതോടൊപ്പം തന്നെ എന്താണ്, തെലങ്കാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി അലങ്കരിച്ച വ്യക്തി കൂടിയാണ്. ഇദ്ദേഹം അവസാനം മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്നു. അപ്പൊ തെലങ്കാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണർ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡിയാണല്ലോ. അങ്ങനെ നമ്മുടെ CP രാധാകൃഷ്ണൻ നോക്കൂ, CP രാധാകൃഷ്ണൻ നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? 2025 സെപ്റ്റംബർ 12 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 9 തിരഞ്ഞെടുപ്പ്, സെപ്റ്റംബർ 12 സത്യപ്രതിജ്ഞ എന്ന് ഓർത്തു വെക്കുക. കൃത്യമാണോ? ഇനിയും എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? നമുക്കറിയാം, B സുദർശൻ റെഡ്ഡി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് B സുദർശൻ റെഡ്ഡി, അല്ലെങ്കിൽ നമുക്ക് പറയാം ബാലകൃഷ്ണ സുദർശൻ റെഡ്ഡി അഥവാ B സുദർശൻ റെഡ്ഡി. ബാലകൃഷ്ണ സുദർശൻ റെഡ്ഡി, B സുദർശൻ റെഡ്ഡി. ഇദ്ദേഹം ഇന്ത്യ മുന്നണി നോമിനി ആയിരുന്നു. തെലങ്കാന സ്വദേശിയാണ്. 2007 മുതൽ 2011 വരെ സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചു. ഗുവാഹത്തി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഗോവയുടെ ആദ്യ ലോകായുക്തയായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി, അതായത് B സുദർശനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇത് കേട്ടോ. 2007 മുതൽ 2011 വരെ സുപ്രീം കോടതി ജഡ്ജി, ഗുവാഹത്തി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ്, ഗോവയുടെ ആദ്യ ലോകായുക്ത. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ B സുദർശൻ റെഡ്ഡിയെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. റെഡിയാണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് 2025 നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് റെഡിയായി എന്ന് മനസ്സിലാവുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിർത്തുന്നു. എല്ലാവർക്കും നല്ല പോലെ പഠിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.